വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകര ബാങ്കിന്റെ ഒഴിപ്പിക്കൽ നടപടിക്കിടെ മാതാപിതാക്കൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ കല്ലറ പൊളിക്കാനൊരുങ്ങി മകൻ. ഭൂമി അയൽവാസിയായ വസന്തയുടേത് തന്നെയെന്നുള്ള ഉത്തരവിനെ തുടർന്നാണ് പ്രതിഷേധിച്ചുകൊണ്ട് കല്ലറ പൊളിക്കാനൊരുങ്ങുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് രാജന്റെ മകന് പറയാനുള്ളത് ഇങ്ങനെയാണ്. എന്റെ പപ്പ ഒരു ആശാരി പണിക്കാരനായിരുന്നു. ഇതൊക്കെ എന്റെ പപ്പ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പപ്പ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലിട്ട് കള്ളത്തടി മോഷ്ടിച്ച് പണിയാണ് എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്തു എന്റെ പപ്പയുടെ പേരിൽ. അപ്പം എന്റെ പപ്പയുടെ അടുത്ത് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറഞ്ഞത് ആ സ്ത്രീയുടെ മുന്നിൽ ആരും ജയിക്കൂല. കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ഇടപാടെന്ന് വെച്ചാൽ പോലീസുകാർക്ക് പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ചു കൊടുക്കണം, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അപ്പൊ എന്റെ പപ്പ ഈ സ്ഥലത്തിനെതിരെ വിവരാവകാശം എടുത്ത് നോക്കിയപ്പം വിമല കമലാശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞൊരു പേരിലായിരുന്നു. ഇതിനെതിരെ എന്റെ പപ്പ കളക്ടർക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, പഞ്ചായത്തിൽ, വില്ലേജ്. പാവപ്പെട്ടവർക്ക് താമസിക്കേണ്ട 4 സെന്റ് കോളനിയെ അനുവദിക്കുള്ളൂ. 12 സെന്റ് കോളനി എങ്ങനെ ഒരാളുടെ പേരിൽ വന്നു? വെച്ചിരിക്കുന്നത് 8 സെന്റ് കോളനിയിലാണ്. ഇതെങ്ങനെ അനുവദിച്ച്? അങ്ങനെ ഇരിക്കെ കോടതിയിൽ 14 പ്രാവശ്യം കേസ് വിളിച്ചു. എന്റെ പപ്പ ഒരു പാർട്ടി വക്കീലിനെയാണ് വെച്ചിരുന്നത്. കേസ് വിളിച്ചിട്ട് ഈ വക്കീൽ ഞങ്ങൾ അറിയിക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരാളുടെ ഭാഗം വിധിയായിട്ട്, എക്സ്പോർട്ട് വിധിയായിട്ട് ഇവിടെ വന്നു. കോടതിയിൽ നിന്ന് ഇറക്കി വിടാൻ വന്ന സമയത്ത് എന്റെ പപ്പ ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുത്തു. ആ പോലീസുകാരന്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂർ സമയം തരൂ, സ്റ്റേ ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞു. ജില്ലാ കോടതി എന്ന് വെച്ചാൽ നെയ്യാറ്റിൻകര കോടതി എന്ന് വെച്ചാൽ ചെറിയ കോടതിയാണ്. ഹൈക്കോടതി എന്ന് വെച്ചാൽ വലിയ കോടതിയാണ്. വലിയ കോടതിയുടെ വിധിയെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങി തരണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ശാഠ്യം പിടിച്ച സമയത്ത് എന്റെ പപ്പ ലൈറ്റർ കത്തിച്ച്, ലൈറ്റർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴും വീഡിയോയിൽ എല്ലാവരും കണ്ടതാണ്. ആ പോലീസുകാരൻ തട്ടിയപ്പോഴാണ് എന്റെ പപ്പയും അമ്മയും മരിച്ചത്. എടുത്തില്ല, അത് പോട്ടെന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ താമസിക്കുന്ന സ്ഥലം, ഭൂമി എന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്കുള്ളതാണ്. ജനങ്ങൾ ഒരാളിനെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പാവങ്ങളെ സംരക്ഷിക്കാനും അവരെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോഴും ആ സമയത്ത് സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ച് വീട് വയ്ക്കാനെന്ന് പറഞ്ഞു. ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ വീട് വയ്ക്കാൻ പൈസ അനുവദിച്ചല്ലേ വീട് വെച്ച് തരുമെന്ന് കേട്ടോ. അപ്പൊ പറഞ്ഞ സ്ഥലത്തിന്റെ കേസ് കിടക്കണം, തരൂലോ. ഞാൻ പറഞ്ഞു അപ്പോഴന്ന് പ്രസ് മീറ്റിൽ പിണറായി പറഞ്ഞതാ, അത് എന്തൊക്കെ പറഞ്ഞാലും തരാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പോഴ് ജനങ്ങളെ കണ്ണീര് പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ പൈസ അനുവദിച്ചെന്നേ ഉള്ളൂ. അപ്പോഴും ജനങ്ങളെല്ലാവരും എന്ത് വിചാരിക്കും, ആ പൈസ അനുവദിച്ച് അവർക്ക് വീടായി കാണുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഇരുന്നപ്പോ ഫിലോക്കാലി എന്ന് പറഞ്ഞൊരു സംഘടന വീട് വെച്ച് ഇപ്പൊ ഈ സ്ഥലം അവരതെന്നും പറഞ്ഞ് കോടതി വിധി വന്നു. ഈ സ്ഥലം പൊളിച്ചു മാറ്റിക്കൊടുക്കണം, കല്ലറയും പൊളിച്ചു മാറ്റിക്കൊടുക്കണം.